ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡാൻസർ ആരാണ് ഇപ്പം ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചേട്ടന് ഇഷ്ടമുള്ളത് ആരാണ്, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ആരാണ്? ചേട്ടന് ഇഷ്ടമുള്ളത് രുക്മിണി വിജയകുമാർ. ഈ സ്വാഭാവിക നല്ല ഡാൻസേഴ്സിനൊക്കെ ഇഷ്ടമാണ്, എനിക്ക് അവരെന്ന് അറിഞ്ഞില്ല. ഫസ്റ്റ് എനിക്ക് എൻ്റെ അമ്മയെ തന്നെ എനിക്ക് ഇഷ്ടമാണ്, പിന്നെ എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ്. പിന്നെ ഇന്നൊരാൾ ഫേവറേറ്റ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ ഫസ്റ്റ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണതെല്ലാം എൻ്റെ അമ്മയെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കണോണ്ടാ സംസാരിക്കണം പറഞ്ഞപ്പോ ആളിപ്പോ അങ്ങനെ ഇരിക്കണം, രീതി സംസാരിക്കുന്നുണ്ടോ? ഞാൻ ഭയങ്കര ബുദ്ധിപരമായി സംസാരിച്ചെടുത്തു. ഫസ്റ്റ് എനിക്ക് എൻ്റെ അമ്മയെ തന്നെയാണ് സത്യമായിട്ട്. കാരണം ഇന്ന് ഒരു ചെറിയൊരു സീൻ, ഇപ്പം ഒരു ജസ്റ്റ് കൃഷ്ണൻ പോയി വെണ്ണ കട്ട് നിന്നൊരു സീൻ ഇപ്പം നമ്മൾ ഒരു എക്സ്റ്റംബറായിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ അമ്മ പെർഫോം ചെയ്ത സ്റ്റേജിൽ കണ്ടതേ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഹിസ്റ്ററി ടീച്ചറായിരുന്നു എൻ്റെ അമ്മ, ഇംഗ്ലീഷ് സാറായിരിക്കും എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ് ശരി. ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവരെ വല്ല ക്ലാസ്സിൽ നമ്മൾ പോയിരിക്കും. അങ്ങനൊന്നും ഇല്ല കേട്ടോ, വീട്ടിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നൊക്കെ അവരാണ്, അങ്ങനൊന്നും പറയരുത്. അത് കറക്റ്റ് ചെയ്യണം നമുക്ക് ഇഷ്ടമായിട്ടാണ് മനസ്സിൽ. പിന്നെ വീട്ടിൽ ചീത്ത വിളിക്കാൻ പറ്റത്തുണ്ടെങ്കിൽ അതിപ്പോ എൻ്റെ അമ്മേനെ സഹിച്ചിങ്ങനെ ഇരിക്കും. എൻ്റെ അമ്മേനെ ഡാൻസ് പഠിപ്പിക്കുന്നത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടം പോവോ? ഓ എനിക്ക് പോവല്ലേ? ഇവൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണ കാണണോ? അതെങ്ങനെയാണ് പഠിപ്പിക്കാറില്ല. കള്ള ഞാൻ പറയാം, വണ്ടി ഇതാണ് വണ്ടി അറിയാലോ, കൊണ്ടുവന്ന് ഇടിച്ചാൽ ഇത്ര പണി വരും. കലി സിനിമയാണോ? കലി സിനിമ അല്ല, വണ്ടി ഓടിക്കുമ്പോ ചേട്ടന് എന്തുവാണ്? എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, 10 പ്രാവശ്യം പറഞ്ഞ മിസ്റ്റേക്ക് വീണ്ടും അത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. 10 പ്രാവശ്യം ഞാൻ സമാധാനം പറയാം, പക്ഷെ ഞാൻ 10 പ്രാവശ്യം മനസ്സിൽ എണ്ണുന്നുള്ള ഞാൻ അറിയുന്നില്ല, ഞാൻ തെറ്റ് കാണിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ചേട്ടൻ പറഞ്ഞു ഈ കാര്യം ഞാൻ 11ാമത്തെ തവണയാണ് ഞാൻ ഈ പറയുന്നത്. ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഒരു പാർക്ക് ചെയ്യുവാണെങ്കിൽ ഒരേ ഡയറക്ഷനിൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ വണ്ടി ഞാൻ അങ്ങോട്ട് വളച്ചിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചു. വണ്ടി ഇങ്ങനെ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ റിവേഴ്സ് എടുക്കും, എന്നിട്ട് നേരെ അങ്ങോട്ട് പോകും, എന്നിട്ട് വീണ്ടും റിവേഴ്സ് എടുക്കും, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് പോകും, എന്നിട്ട് വീണ്ടും റിവേഴ്സ് എടുക്കും, എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകും. പോവേണ്ട ഇങ്ങോട്ടാണ്. എന്നാൽ ഞാൻ എപ്പോഴും പറയും അങ്ങനെയല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി എങ്ങോട്ട് പോകണം, എവിടെ എത്ര സ്ഥലം ഉണ്ടെന്നൊക്കെ നോക്കണം. എങ്ങനെ പറയും? ഇത് കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 5 വർഷമായി. 5 വർഷം മുമ്പ് ഞാൻ ഈ കല്യാണം കഴിച്ചതിന് മുമ്പ് തൊട്ട് ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്. പക്ഷെ ഞാൻ തിരിച്ച് ഡാൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഡാൻസ് 5 പ്രാവശ്യം തെറ്റിക്കും. പക്ഷെ ഞാൻ ചേട്ടാ അങ്ങനെയല്ല. കണ്ടാ അവിടെയുള്ള ആ ഒരു മാറ്റം കണ്ടോ? അതുകൊണ്ട് എന്താ ഇവിടെ ചേട്ടാ വിളിക്കണമെങ്കിൽ തന്നെ വേറെ 3-ാമതൊരാൾ ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് വായി തന്നെ വിളിക്കുന്നത്. അപ്പൊ എന്താ വിളിക്കാറ്? ഇവിടെ നന്മയിൽ ഉണ്ണി, ഞാൻ അങ്ങനല്ലേ ഈ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡാൻസ് ക്ലാസ്സിൽ എന്റെ മോളെടുത്ത് ചോദിച്ചു, മോളെടുത്ത് ഡാൻസ് കളിക്കുമ്പോ ഇതിൽ ആരാണ് സ്ട്രിക്റ്റ് ടീച്ചർ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ പറയും, ചിത്തിയാണോ കൊച്ചനാണോ ചോദിച്ചാൽ പറയും. അതായത് ഈ മൂത്ത മോളെന്ന് പറഞ്ഞ അവള് ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്നതാണ്. ഇപ്പൊ ഇവളെ എത്ര പെർഫോം ചെയ്യുന്നുള്ള എനിക്കറിയാം. ഇവൾ ഇതുപോലെ മാങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ ഇവളെ പോലെ കൈ പിടിച്ച് ഞാൻ വല്ല ബോളിവുഡ് പാട്ട് പഠിപ്പിക്കുകയും ചെയ്താൽ ഞാൻ നല്ല വല്ല വിളിച്ച് പറയും. അതാണ് കാര്യം എനിക്ക് എന്ന് അത്രയോട്ട് അറിയാം. പിന്നെ ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിക്കാം, ഈ ഡാൻസ് ക്ലാസ്സിന് അതുകൊണ്ട് അവിടെ ഇങ്ങനെ 1300 സ്ക്വയർ ഫീറ്റിൽ ഡാൻസിന്റെ സ്റ്റെപ്പ് മറന്നുപോയെന്ന് വെച്ചാൽ അഥവാ ഇത്തിരി തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ആരും ചാവുമൊന്നുമില്ല. അതുപോലെയല്ല റോഡിൽ കാർ ഓടിക്കണം. ഞാൻ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണം ചോദിച്ചില്ലെങ്കിൽ കണ്ടവനെ കൊല്ലുകയും ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ അത് പറഞ്ഞ അവള് ചിരിക്കുന്നു. എന്റെ അവസ്ഥയാണ് ഞാൻ അതുകൊണ്ട് ശരിക്കും ഇഷ്ടമല്ലാകില്ലല്ലോ. ഞാൻ വണ്ടി പഠിക്കാൻ വേറെ ആർക്കും പോകില്ലല്ലോ, നിന്റെ അടുത്തല്ലേ പഠിക്കുന്നത്. അതെന്തിനാണെന്നാണ് എനിക്ക് ഇന്നും മനസ്സിലാവാത്തത്. എവിടെയെങ്കിലും പോയി പഠിക്കടി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്. ഞാൻ തന്നെ പഠിപ്പിക്കുവാണെന്ന് ഞാൻ എനിക്ക് കുഴപ്പമില്ല. ശരി, ഇപ്പൊ കുഴപ്പമില്ലാത്തോണ്ടാണല്ലോ ഇത്ര താമസം. നീ എന്താ പറഞ്ഞത് സ്ട്രിക്റ്റ് ടീച്ചറിന് എനിക്ക് ഇഷ്ടമല്ല? ഞാൻ പറഞ്ഞ അതല്ല, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ അതല്ല, അത് ക്ലാരിറ്റി ചെയ്ത് ആൾക്കാർക്ക് ആരാണോ വന്നതെന്നൊക്കെ. ഇനി നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട് പോയത്? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർമാര് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. ചേട്ടന്റെ പപ്പ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു, അമ്മ ഹിസ്റ്ററി പഠിപ്പിക്കുമായിരുന്നു. സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. പഠിപ്പിച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നല്ല സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എന്റെ പപ്പ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. അവന്മാർ ചോദിക്കുന്നുണ്ട് സുഖമാണോ? അവർ കൈക ഒരു സമാധാനം, പപ്പയ്ക്ക് ഇളയ മോനായിട്ട് ഞാൻ ഉണ്ടെന്നുള്ളതാണെന്നാണ് അവർ പറയുന്നത്.
പപ്പയ്ക്ക് ഇനി ഒന്നും വരാനില്ല. ഇങ്ങനെ തന്നെ വരണോ? അങ്ങനെ ഇത് വന്നാൽ പോരായിരുന്നു, ഇത് തന്നെ കറക്റ്റ് ഇത് തന്നെ വേണമായിരുന്നു, ഇതിൽ കൂടുതലൊന്നും വേണ്ട.